ശീഘ്രം പോ, വേഗം പോന്നേക്കെ. சீக்கிரம் போங்க ஐயா. എവിടെ ഓട്ടോ എവിടെ? எனக்கு தெரியாது சார். അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? தெரியாது சார். துட்டு கொடுங்க. ഫുഡ് എത്രയാ? 100 രൂപ. ഓ അത്രേ ഉള്ളൂ അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? ഇല്ല സാർ. ഓ ഇല്ല. എന്നാ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് ഞാനിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ വരാം. യോ യോ നില്ലിയ പോലീസ്. അമ്മേ, ഇത് ആനന്ദാണ്. ഓ ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉപദ്രവിക്കാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ആ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ 1000 സ്വപ്നങ്ങളിൽ. അതുപോട്ടെ, നേരി കണ്ടപ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു. ഒന്നിനും കഴിഞ്ഞില്ല. ഒരു വിങ്ങൽ എന്റെ മനസ്സിനെ ഇളക്കി മറിക്കുന്നുണ്ടായിരുന്നു. പണ്ടങ്ങോ അടച്ചു വെച്ച എന്റെ തൂലിക ഞാൻ അറിയാതെ പുറത്തെടുത്തു. എന്തൊക്കെയോ എഴുതി. കവിതയല്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ അതൊന്ന് ചൊല്ലിക്കോട്ടെ? എന്താ ഒന്നും മിണ്ടാത്തെ? അനുവദിച്ചില്ലേലും ഞാൻ ചൊല്ലും. കേൾക്കൂ. നിനവും കർമ്മങ്ങളും അറിയും നിഖിലം നിൻ ലാവണ്യങ്ങൾ, അതിൽ അണ്ടകടാകമൊതുക്കി ആത്മാവ് പൊരുന്നയിരുന്നു. പഴനാടൻ ശീലിൻ തോണിയിൽ ഒഴുകി ഉറങ്ങിപ്പോയി ഞാൻ. ഉണരുമ്പോൾ ദേവി നിന്നുടെ നെടുവീർപ്പിൽ ഞാൻ നീന്തുന്നു. എവിടെ നിന്നിന്ദ്രൻ കാർമുകിലെവിടെ? മുകിൽ തുന്തുവി എവിടെ? മയൂരച്ചിറകാടിയ മണിവർണ്ണ പീലികളെവിടെ? നന്നായില്ലെന്നറിയാം. അല്ല, എനിക്കറിയില്ല. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ എഴുതാൻ സിൻസിയറായിട്ട് പറയാ. ഇറ്റ് ഇസ് വണ്ടർഫുൾ. താങ്ക് യു മനീഷ, താങ്ക് യു. എന്നിലെ കവിയെ തട്ടിയുണർത്തിയ ചെല്ലക്കുരുന്നേ, എന്നോട് ക്ഷമിക്കൂ. ഐ ലവ് യു, ഐ ലവ് യു മനീഷ. ലവ് യു, ലവ് യു, ലവ് യു, ലവ് യു. நான் பாத்துங்கடா. என்ன சாப்பிடியா? நல்லா சாப்பிடு. என்ன வேணும் சார்? ഒന്നും വേണ്ട, ചുമ്മാ சும்மா நிக்காத, போங்க. വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. മിസ്റ്റർ പുരുഷോത്തം. ചേട്ടൻ ബാങ്കിൽ പോയിരിക്കുക. ഓ ഇരിക്കൂ. വേണ്ട, ഇരിക്കൂ. പ്ലീസ്.
എന്നാണ് ഇവിടുന്ന് പോകുന്നത്? 6-ാം തീയതി. എന്തിനാ പോകുന്നത്? ഹൈദരാബാദിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അനാഥ മന്ദിരത്തിന്റെ കെട്ടിടം പണി ഉദ്ഘാടനം. 6 ലക്ഷം രൂപ അന്ന് ഇവിടെ എത്തിക്കണം. ഇന്ത്യൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. പോകാതെ പറ്റില്ല. എന്താ ചോദിച്ചേ? ഇല്ല, ഒന്നുമില്ല. മനീഷ ചോദിച്ചു. എന്തു ചോദിച്ചു? മിസ്റ്റർ ആനന്ദ് എന്നാണ് പോകുന്നതെന്ന്. എന്തോ ആനന്ദ് ഇന്നലെ അവളോട് സംസാരിച്ചല്ലോ. അതുമുതൽ അവൾക്ക് വലിയ ഉത്സാഹം. വിഷമങ്ങളെല്ലാം ഒന്നും മാറിയതുപോലെ. ഓഹോ, പാവം കുട്ടി. എവിടെ അവൾ? മുറിയിലുണ്ട്. എങ്കിൽ ഞാൻ ചെന്ന് കുറച്ച് സംസാരിക്കാം. വേണ്ട, കിടന്നോളൂ. തെറ്റായി പോയോ? പറയൂ മനീഷ. എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല. സത്യം മൂടി വെക്കാൻ പാടില്ലല്ലോ. ഐ ലവ് യു എന്ന് പറഞ്ഞത് അവിവേകമായി പോയോ? കവികൾ വളരെ ദുർബലരാണ് മനീഷ. ഈ സ്നേഹത്തിന് ഞാൻ അർഹയാണോ? എന്നുവെച്ചാൽ യു ലവ് മീ. എനിക്കത് മതി. ഈ പ്രപഞ്ചത്തോട് എനിക്ക് വിളിച്ചു കൂവണം. മനീഷ എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ മാത്രം. ஆனந்த், தேங்க்யூ. எங்களுக்கு சாதிக்காதது உனக்கு சாதிச்சு. இவ்வளவு சந்தோஷிപ്പിച്ചതിന് വി അപ്രീഷിയേറ്റ് യു. അയ്യോ, പാടില്ല. എന്നോട് നന്ദി പറയുന്നത് മഹാപാവമാണ്. ഞാൻ ഈ കുട്ടിയെ ഇപ്പോ സന്തോഷിപ്പിച്ചു എന്ന് അങ്ങ് പറയുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചൊല്ലേ. ഇനിയുള്ള കാലം മുഴുവൻ ഈ മകളുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ എന്നെ അനുവദിക്കുമോ? என்ன சொல்ற ஆனந்த்? മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മനീഷയെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. സാർ, ഒരു വാച്ച് തരട്ടെ? 100 രൂപ തന്നാ മതി. 100 രൂപ. നല്ല 1.5 വാച്ച് സാർ. വാച്ച് വിൽക്കാനുണ്ട്. വാച്ച് അമ്മ, നല്ല 1.5 വാച്ച്. 100 രൂപ തന്നാ മതി. 100 രൂപ സാർ. സാർ പ്ലീസ് ഒരു മിനിറ്റ്. ഓ, എന്നാ സാർ? സാർ പ്ലീസ്, വിശപ്പ് കൊണ്ട് ഞാനിപ്പോ ചാവും. ഈ വാച്ച് എടുത്തിട്ട് ഒരു 100 രൂപ കൊടുங்க. வேணாம், ரொம்ப தொல்லையா போச்சு. போ. ഓ, ഒരു 50 രൂപയെങ്കിലും കൊടുക്ക. அடடா, ரொம்ப சீப்பா இருக்கியா? வேண்டாம். ஒண்ணு சரியா? அது அந்த வாட்சுகள்ல கொண்டு கொடு, அங்க வாங்குவாங்க. எங்க? அந்த பாத்திர கடை பக்கத்துல இருக்கிற வாட்சு கடை, அங்க இதை வாங்குவாங்க. போ. பெரிய தொல்லையா போச்சு. നമസ്കാരം. ഇത് ആനന്ദാണ്. ഒന്നുമില്ല, വെറുതെ ഒന്ന് വിളിച്ചെന്ന് മാത്രം. ഹേയ്, പരിഭ്രമിക്കാനൊന്നുമില്ല. എനിക്കൊരു കുറ്റബോധമേ ഉള്ളൂ. താങ്കൾ പറഞ്ഞിരുന്നല്ലോ പണം മുറിയിൽ സൂക്ഷിക്കരുത്, റിസപ്ഷനിൽ കൊടുത്തോളൂന്ന്. ആ ഉപദേശം ഞാൻ സ്വീകരിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി? നാളെ ഹൈദരാബാദ് ഫംഗ്ഷന് കൊടുക്കാൻ വെച്ചിരുന്ന 6 ലക്ഷം രൂപ മുറിയിൽ കയറി ആരോ എടുത്തോണ്ട് പോയി. നെവർ മൈൻഡ്, അപ്സെറ്റ് ആവാതിരിക്കൂ സർ. ഏയ്, ഒരിക്കലുമില്ല. ഹോട്ടൽ ജോലിക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അബദ്ധം പറ്റിയത് എനിക്കാണ്. ഞാൻ പുറത്തു പോകുമ്പോ മുറി പൂട്ടിയിരുന്നില്ല. ஆனந்த், நான் சீக்கிரம் அங்க வரலாம். വേണ്ട, വരണ്ട സർ. നാളെ രാവിലെ കാണാം. അല്ല, കാലയിലെ ഫ്ലൈറ്റിന് മിസ്റ്റർ ആനന്ദിന് ഹൈദരാബാദിന് പോകണ്ടേ? അതിപ്പോ എന്ത് ചെയ്യാൻ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ വാക്ക് ലംഘിക്കേണ്ടി വരുന്നത്.
ഇന്ത്യൻ പ്രസിഡന്റ് എന്നെ പറ്റി എന്ത് വിചാരിക്കുമോ എന്തോ. സാരമില്ല, ഒരു ടെലിഗ്രാം അടിച്ചു കളയും അല്ലേ സാറേ? அது வேண்டாம் மிஸ் ஆனந்த், நான் வந்ததுக்கு அப்புறம் டிசைட் பண்ணலாம். വേണ്ട സാർ, പ്ലീസ്. ഈ രാത്രിയിൽ സാർ ഇങ്ങോട്ട് വരണ്ട. நோ, யூ ப்ளீஸ் வெயிட் ஃபார் மீ மிஸ் ஆனந்த். நான் வரேன். എന്താച്ചാ ആനന്ദേട്ടൻ എന്താ പറഞ്ഞേ? எழுதிட்டாங்க. ஏமாளி பசங்க. நம்ம ஹோட்டல்ல நம்ம முறையில இதுவரை 6 ലക്ഷം പോச்சு. ആരുടെ? ആനന്ദിന്റെയോ? ஹலோ, புருஷோத்தமா பேசுறேன். இந்த நைட்டில் உங்களை கூப்பிடுறதுக்கு மன்னிச்சிருங்க. எனக்கு உங்களை அவசரமா பார்க்கணும். நான் அங்க வரேன். ஓகே. செல்லையா, வண்டி எடு. നമസ്കാരം. எதிரொன்னும் சொல்லக்கூடாது. இது 6 லட்சம் உண்டு. இது வாங்கி தாத்தீരണം. ഹൈദരാബാദ് ഫംഗ്ഷന് നീങ്ക കണ്ടിപ്പാ പോണം. സാർ പ്ലീസ്, ഞാൻ ഇന്നുവരെ ആരോടും കടം മേടിച്ചിട്ടില്ല. എന്നാണത് ഇപ്പടിയല്ല? അപ്പൊ நான் ആടുകിട്ട വാങ്ങില്ലേ? അല്ല, അത് സാർ ഒന്നും പേശോണ്ട് ഉക്കാറ് ഉക്കാറ് ഉക്കാറ്. അയ്യോ പെട്ടിയല്ല ഉൾട്ടാ പണിയാച്ചാ. ഓ, കാശില്ലാത്തവന്റെ പെട്ടി ഉൾട്ടാ പോട്ട എന്താ സാർ? നീ കവലപ്പെടാ തമ്പി, ഞാൻ പോലീസിക്ക് ഫോൺ പണി. അയ്യോ എന്നെ അയ്യോ, ഒന്നുമില്ല. എങ്കിൽ പിന്നെ സാറ് പെട്ടെന്ന് പൊയ്ക്കോളൂ. പോലീസ് സാറിനെ സംശയിക്കണ്ട. എന്നെ എനിക്ക് സംശയിക്കണം? ആരെ സംശയിക്കും? അതാ പോലീസ്. ഏതായാലും സാറ് കഷ്ടപ്പെട്ട് രാത്രി കൊണ്ടുപോകുന്നല്ലേ. ഇരിക്കട്ടെ, ഹൈദരാബാദ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം അല്ലേ? കണ്ടിപ്പാ അറ്റൻഡ് പണ. ഇത് എൻ കടമൈ. എങ്കിൽ സാറ് പൊയ്ക്കോളൂ. എനിക്ക് ലേശം ധൃതിയുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ധാരാളം ഫോൺ കോൾസ് വരും. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. വിഷ് യു എ ഹാപ്പി ജേർണി. താങ്ക് യു, താങ്ക് യു. മുറി പൂട്ടിക്കോ. പൂട്ടാൻ പോവാ. ഗുഡ് നൈറ്റ്. ഇതാണ് പണത്തിന്റെ ചൂണ്ടയിട്ട് പണം പിടിച്ചെടുക്കുന്ന പണി. പാറശാല, യു ആർ ഗ്രേറ്റ്. പോലീസ് പോലും